ഹായ് ഗായ്സ്, ഡെയിലി ടോപ്പ് 10 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു സിനിമ റിവ്യൂ ആണ്. അപ്പോ സിനിമ ഏതാണെന്ന് നിങ്ങൾ കണ്ടു കാണും. ഡൊമിനിക് ആൻഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. മമ്മൂട്ടി 2025 ഈ ഒരു സിനിമ റിലീസായത്. അപ്പോ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത 2025 മലയാള മിസ്റ്ററി കോമഡി ത്രില്ലർ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ടൈറ്റിലാണിത്. അദ്ദേഹത്തിന്റെ മലയാള അരങ്ങേറ്റത്തിലെ മമ്മൂട്ടി കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. മമ്മൂട്ടി ടൈറ്റിൽ റോളിൽ എത്തുന്ന ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, സുസ്മിത ഭട്ട്, വിജി, വെങ്കിടേഷ്, സിദ്ദീഖ്, വിനീത്, വിജയ് ബാബു എന്നിവരും അഭിനയിക്കുന്നു. മൂർച്ചയുള്ളതും എന്നാൽ അപമാനിതരുമായ മുൻ പോലീസുകാരനും എല്ലാം ശരിയായ നീക്കങ്ങൾ അറിയുന്ന ഇപ്പോൾ ഒരു കുറ്റാന്വേഷണ ആയ ഡൊമിനിക്കിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ കറങ്ങുന്നത്. അതായത് അതിന്റെ സ്റ്റോറി പറയുന്നത് ഒരു കുറ്റാന്വേഷകന്റെ നിരീക്ഷണമാണ് നമ്മളെ നമുക്ക് കാണിച്ചു തരുന്നത്. ഡൊമിനിക് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് പേഴ്സൺ ഒന്നുമല്ല. എന്നാൽ ഡൊമിനിക് മുമ്പ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. എന്നിട്ട് പോലീസ് അന്വേഷണത്തിൽ നിന്ന് വിരമിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഷെയ്ഡ് മാർക്ക് വാങ്ങിക്കൊണ്ട് പോലീസ് എന്ന കഥാപാത്രം അഴിച്ചുവെക്കേണ്ടി വന്ന ഒരു ചെറിയ മധുര പ്രതികാരമായി ഡിറ്റക്റ്റീവ് എന്നൊരു വേഷമണിയുന്ന ഒരു പോലീസുകാരന്റെ കഥയാണ് ഡൊമിനിക്. ഡയറക്ടർ വാസുദേവൻ, തിരക്കഥ ഗൗതം വാസുദേവനാണ്. കഥ എഴുതിയത് നിരഞ്ജ് രാജനാണ്. നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി. ഛായാഗ്രഹണം വിഷ്ണുദേവനാണ്. എഡിറ്റ് ചെയ്തത് ആന്റണി. സംഗീതം ദർബുക ശിവ. പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയാണ്. വിതരണം ചെയ്തത് വൈഫൽ റിലീസാണ്. ഇത് റിലീസ് ചെയ്ത ദിവസം 23 ജനുവരി 2025 152 മിനിറ്റ് പ്രവർത്തന സമയം ഈ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയിരുന്നു. രാജ്യം ഇന്ത്യ എല്ലായിടത്തും ഇന്ത്യ ഉൾപ്പെടെ ഇറങ്ങിയ ഒരു സിനിമ. ഭാഷ മലയാളം. ബഡ്ജറ്റ് ലോ ബഡ്ജറ്റാണ് ഈ സിനിമക്ക്. 8-10 കോടിക്ക് ഈ ബോക്സ് ഓഫീസ് 17 കോടി 5 ദിവസത്തെ ഗ്രോസ് ആണ്. അപ്പോ ലോ ബഡ്ജറ്റിൽ ഇത്രയും നല്ല നിലവാരമുള്ള ഒരു സിനിമ നമ്മുടെയൊക്കെ മുന്നിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സ്റ്റോറിയല്ല, ചെറിയൊരു കഥയിൽ വലിയൊരു ത്രില്ലർ കോമഡിയാക്കി മാറ്റിയ മമ്മൂട്ടി കമ്പനിയുടെ ഒരു വലിയൊരു സിനിമ, വലിയൊരു അഭിപ്രായം തന്നെയാണത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. നല്ലൊരു സിനിമ, ഒരു ഹാപ്പി മൊമെന്റ്. ഈ ഒരു സിനിമ നമുക്ക് പ്രേക്ഷകരിലെ, ഞാൻ തിയേറ്ററിൽ പോയിട്ട് തന്നെയാണ് ഈ സിനിമ കണ്ടത്. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ നിർമ്മാണമാണ്. സംരംഭമായതിൽ പ്രൊഡക്ഷൻ നമ്പർ 6 എന്ന താൽക്കാലിക തലക്കെട്ടിൽ 2024 ജൂലൈയിൽ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ ഔദ്യോഗിക പേരിൽ പ്രഖ്യാപിച്ചു. പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി അതേ മാസം കൊച്ചിയിൽ ആരംഭിച്ചു. ദർബുക ശിവ സംഗീതവും വിഷ്ണുദേവ് ഛായാഗ്രഹവും ലൈവിൽ ആന്റണി എഡിറ്റിംഗും നിർവഹിച്ചിരുന്നു. 2025 ജനുവരി 23 ഇത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. അപ്പോ നിരവധി പേരാണ് ഇതിൽ കാസ്റ്റ് ആയത്. മുൻ പോലീസ് ഓഫീസറായി, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് പോലീസ് ആയിട്ട് CI ഡൊമിനിക്കായി മമ്മൂട്ടി വരുന്നത്. വിഘ്നേഷ് എന്ന് പറയുന്ന വിക്കി ഡൊമിനിക്കിനെ അസിസ്റ്റന്റായി ഗോകുൽ സുരേഷ് വരുന്നു. നന്ദിതയുമായി സുസ്മിത ഭട്ട്. അങ്ങനെ ഡൊമിനിക്കിന്റെ വീടുടമസ്ഥയായ മധുരിയായി വിജി, വെങ്കിടേഷ്, സോമൻ പിള്ളയായി സിദ്ദീഖും, പ്രകാശായി വിനീതും, ടോണിയായി വിജയ് ബാബു, പൂജ രവീന്ദ്രൻ, മീനാക്ഷി, ഉണ്ണികൃഷ്ണൻ,
ആൽബിയായി ഷെയ്ൻ ടോം ചാക്കോവും, സ്വാമിയായി ബാലചന്ദ്രൻ ചുള്ളിക്കാടും, സജയ് ആയി സുരേഷ് കൃഷ്ണ, ഇബ്രാഹിം മൂപ്പനായി ഗൗതം വാസുദേവ് മേനോൻ, ഡൊമിനിക്കിന്റെ മുൻ ഭാര്യയായി ലക്ഷ്മിയായി ലെനയും ഈ ഒരു സിനിമയിൽ വന്നിരുന്നു. സുദേവ് ബാബു കാർത്തിക്കും നന്ദിതയുടെ സഹോദരനായും പൂജയുടെ കാമുകനുമായി വേഷമിടുന്നു. പൂജയുടെ സുഹൃത്തായ ജാൻസിയായ വഫ ഖദീജ റഹ്മാൻ, അർജുൻ നന്ദകുമാർ, SI അരുൺ കുമാറായും, ജോണായി ദിനേശ് പ്രഭാകർ, ലക്ഷ്മിയുടെ രണ്ടാം ഭർത്താവായി അശ്വിൻ മാത്യു, ആൽബിയുടെ അമ്മായിയായി നിരഞ്ജ രാജേന്ദ്രൻ, പൂജയുടെ അമ്മായിയായി വീണ നായരൻ, സിറ്റി പോലീസ് കമ്മീഷണറായ PR രാജശേഖരൻ, ഉനൈസ് ഇബ്രാഹിം, കാർത്തികേയൻ അയൽവാസിയായ ഫ്രാൻസിസ് ആയി രഘുനന്ദൻ പല്ലേരി, യാസർ SP ആയി ഹർഷിത J പിഷാരടി, സോമൻ പിള്ളയുടെ കാമുകിയായി ലയ സിംബസൺ റിത്തായി, നന്ദിതയുടെ അയൽക്കാരിയായ സുധ സുമിത്രൻ, ചന്ദ്രശേഖരായ ജയകുമാർ, നാഗർകോവിൽ കടയുമായി ആന്റണി. അപ്പോ ഇത്രയും പേര് ഈ ഒരു സിനിമ കാസ്റ്റിംഗ് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റി. ഈ ഒരു സിനിമയുടെ ഒരു ട്രെയിലറും കൂടി നമുക്ക് കണ്ട് ഈ സിനിമ ട്രെയിലർ കണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഈ ഡാൻസ് അല്ല, ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഒരു സൈഡ് ഞാനുണ്ട്, മറ്റേ സൈഡിൽ ഞാൻ പറഞ്ഞത് ഒരു ഡൊമിനിക് ഡിറ്റക്റ്റീവ് വേഷം തന്നെയാണ്. ഒരു പഴയ കമ്മീഷണർ പോലെ, സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു രീതി, പക്ഷെ ഒരു കോമഡിയും കൂടി ഇതിൽ ഉണ്ട് എന്ന് മാത്രം. ഒരു പേഴ്സുമായി ബന്ധപ്പെട്ട് അതിൽ ചുറ്റിപ്പറ്റുന്ന ഒരു കേസാണ്. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ നടക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മളൊക്കെ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ ഇരുത്തി എന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. കോമഡിക്ക് കോമഡി, എല്ലാം ഒരുപോലെ ലേഡീസ് പേഴ്സ് ആണ് ഇതിന്റെ മെയിൻ. ജനുവരി 23 ഇത് വേൾഡ് വൈഡ് ഇറങ്ങിയിരിക്കും. കുറച്ച് ദിവസമായി ഇത് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ച് ഡിലേ ആയിപ്പോയി എന്ന് മാത്രം. വേറെ ഒന്നും വിചാരിക്കരുത്. സിനിമ നല്ലൊരു സിനിമയായിരുന്നു. കാണാൻ സമയം കിട്ടിയില്ല എന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. കാരണം സിനിമ എന്നത് നമ്മൾ ആസ്വദിച്ച് കാണുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് സമാധാനത്തിൽ കാണുന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓളടക്കം സൃഷ്ടിച്ചൊരു സിനിമ കാണുന്നതിനെക്കാട്ടി നമ്മൾ സമയമെടുത്തൊരു സിനിമ കണ്ടാൽ ആ കഥ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അപ്പോൾ സിനിമ നല്ല സിനിമ എന്ന ഒരു പേരാണ് ഈ ഒരു സിനിമക്ക് കിട്ടുക. വണ്ടർഫുൾ സിനിമ, മികച്ച സിനിമ എന്നല്ല, എന്നാൽ ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞു സിനിമയാണ്. അതുകൊണ്ട് ആ ഒരു സിനിമക്ക് അതാണ് ആ വലിപ്പം. വലിയൊരു ഗാദറിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അപ്പം റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായമാണ്, മിശ്രിതമായ അഭിപ്രായം തന്നെയാണ്. വെരി ഗുഡ് എന്ന് പറയാം ഈ ഒരു സിനിമക്ക്. അപ്പോൾ പോയിന്റിൽ 5 തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മാർക്കുള്ള സിനിമ തന്നെയാണ്. കഥയും അതിന്റെ പ്ലോട്ടും കാര്യങ്ങളും മൂന്നാറിലെ എക്സൈറ്റ്മെന്റും ഒക്കെ നമുക്കൊരു ഫൺ മൊമെന്റ് ആക്കി തന്ന ഒരു ത്രില്ലർ മിസ്റ്ററി ഈ ഒരു സിനിമയിലുണ്ട്. മമ്മൂട്ടി ഇതുവരെ കാണാത്ത വേറെ ഒരു റേഞ്ചിൽ ടർബോനെക്കാട്ടി വളരെ കോമഡിയും കൂടി ഫീലിംഗ് ചെയ്തു. മമ്മൂട്ടിയുടെ കുറെ ചളി കോമഡികളല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവിന് വേണ്ടിയുള്ള കോമഡിയൊക്കെ ആ ഒരു സിനിമയിലുണ്ട്. മമ്മൂട്ടിയെ കാണാൻ പറ്റിയില്ല. ഒരു ഡിറ്റക്റ്റീവായ ഡൊമിനിക്കിനെ അവിടെ കാണാൻ പറ്റി. മമ്മൂട്ടിയെ കാണുന്നുണ്ട്, പക്ഷെ ഡൊമിനിക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കൃത്യമായി അവിടെ
ബ്രേക്കപ്പിൽ നിന്ന് ഇന്റർവെല് വരെ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്റർവെല്ലിന് ശേഷം ഒരു സ്ലോ മോഷനിൽ ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരുന്നു. അതാണ് നമുക്ക് കണ്ടത്. ഇന്റർവെല്ലിന് മുമ്പുള്ള സിനിമയും ഇന്റർവെല്ലിന് ശേഷമുള്ളതും രണ്ടും ഡിഫറെന്റ് പാക്കപ്പ് തന്നെ ഈ ഒരു സിനിമക്ക് പിറകിലുണ്ട്. അപ്പോ ഈ സിനിമ മികച്ചൊരു സിനിമയാണ്. അപ്പോ ഈ സിനിമ ഗൗതം വാസുദേവൻ എന്ന് പറയുന്ന സൃഷ്ടി വളരെ ഗംഭീരമായൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ചു തന്ന, ഇങ്ങനെയും ഒരു സിനിമ എടുക്കാം എന്ന് സോഷ്യൽ മീഡിയ അറിയുന്ന പോലെ ഒരു സിനിമ എടുക്കാം, ഒരു ഡിറ്റക്റ്റീവായ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ തീരെ ഒന്നുമല്ലാത്തവനായ ഒരു ഡൊമിനിക്കിന്റെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള ആ ഒരു സ്റ്റോറിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിസ്റ്ററിയാണ്, ഒരു ത്രില്ലറാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ടിക്കറ്റ് എടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ ചേർക്കുക. ബൈ ഫോർ